ഹലോ ഗൈസ്, ഇതിലേക്ക് നമ്മളെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഈ ഒരു സീഡ് എടുത്തിരിക്കുന്നത് ChatGPT നിന്നാണ്. അപ്പോൾ ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ സീഡെല്ലാം ഒപ്പിച്ച് കുറച്ച് സെറ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഷീപ്പിനെയൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കാം. അപ്പോൾ ഞാൻ മരം വെട്ടാനായിട്ട് പോകുന്നില്ല. നമുക്കിപ്പോൾ ഈ ഒരു ഷീപ്പിനെ വെട്ടാം. ഷീപ്പിനെ നമുക്ക് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പമ്കിനൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിച്ചു. നമുക്കിതോ വേറൊരു ഷീപ്പ് അവിടെ നിൽക്കുന്നു, അതിനെയും കൂടെ കൊല്ലാം. നമുക്ക് അങ്ങോട്ട് പോയി അതിനെയും കൂടെ അങ്ങോട്ട് അടിച്ച് കൊല്ലാം. അടിക്കുന്നു. ഓ മൈ ഗോഡ്, നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു ഈ ഒരു സീരീസിൽ. നല്ല സ്റ്റാർട്ടാണ്. നമുക്കിനി ഈ ഒരു ഷീപ്പിനെയും കൂടെ കൊല്ലാം. 3 ആവാറായി. 3 ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡും കിട്ടി. ഇതുപോലെ പമ്കിൻ ഇതുകൊണ്ട് പിന്നെ നമുക്ക് പോയിട്ട് ഈ ഒരു ഇത് ഒപ്പിച്ചിട്ട് വരാം. ഇതാണ് നമ്മളെ മരം ഒപ്പിക്കാം. അങ്ങോട്ടൊരു സ്നോ ബയോമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയി നോക്കാം. എന്താണ് കേസ്, കയറി പോകാനും പറ്റുന്നില്ല. ഇനി നമുക്ക് അത് പോയി ഒന്ന് പൊട്ടിച്ചെടുക്കാം. മരം പൊട്ടിച്ച് നമുക്ക് നമ്മളെ പരിപാടി കൊണ്ട് സ്റ്റാർട്ടാക്കാം. പണിയാണ്. ഞാൻ ഈ മരം പൊട്ടിച്ചിട്ട് വരാം. നമുക്ക് മരം എല്ലാം പൊട്ടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോയി കുറച്ച് സ്റ്റോണെല്ലാം കളക്ട് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോണി പീക്കുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു കേസ് എൻ്റെ പേര്. ഇവിടെ കുറച്ച് കോളും ഈ ഒരു കോപ്പർ ഇരിപ്പുണ്ട്. കോപ്പർ ആർമർ നമുക്കിപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിനി കോപ്പർ ആർമറും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിക്ക് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒന്ന് കളക്ട് ചെയ്യാം. കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്തിട്ട് വരാം. അതുമല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ജാവ എഡിഷനൊക്കെ കളിച്ച് വീഡിയോ സെറ്റാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയായാലും ഈ ഒരു ചാനലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ഗൈസ്. നമുക്കിനി സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് പോവാം. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് കളക്ട് ചെയ്യാം ഗൈസ്. കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻവെൻറ്ററി ഒന്ന് മാനേജ് ചെയ്തിട്ട് ഈ ഒരു ബെഡും ക്രാഫ്റ്റ് ചെയ്ത് പിക്കാസ് മാറ്റി ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. നമുക്ക് ആദ്യം പിക്കാസ് ഉണ്ടാക്കാം. ഇനി ഒരു ആക്സ്. ഇനി ഒരു സോഡ്, പിന്നെ ഒരു സ്റ്റിക്ക്, ഇനി ഒരു ശവലം ഉണ്ടാക്കാം. ഇങ്ങനെ അല്ലല്ലോ, ഒരു സ്റ്റിക്കും കൂടെ മേളിലോട്ട് വെക്കണം. ഇനി ഒരു എല്ലാം റെഡി. ഞാൻ ചുമ്മാ എന്ന് പറയുന്നത് ഗൈസ്. വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിവേസ്, നമുക്ക് ഇതൊരു കേവാണോ? അല്ല, നമുക്കിനി കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്യാം. 18 കോപ്പർ കിട്ടി. ഇനി ഇവിടെയും കുറച്ച് കോപ്പർ ചെയ്യുന്നുണ്ട്. നമുക്ക് കോപ്പർ ആർമർ സെറ്റാക്കാം. നമുക്കിനി കോളും കൂടെ എടുക്കാം. കുറച്ച് അയൺ കിട്ടിയത് കൊള്ളായിരുന്നു ഗൈസ്. നമുക്ക് ഇതും കൂടെ ഒന്ന് മൈൻ ചെയ്ത് എടുക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞിരുന്നില്ല, എനിക്ക് എപ്പോഴും അയൺ കിട്ടി ഗൈസ്. ലക്കേഷ് കുമാർ. നമുക്ക് ഇതും കൂടെ എടുക്കാം. കോൾ എടുത്തിട്ട് നമുക്ക് അയൺ എടുക്കാം ഗൈസ്. ഇനി എടുക്കാം അയൺ. 4 ഉള്ളെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അമ്മനെ കൊന്ന് നമുക്ക് ഇങ്ങോട്ടൊരു വലിയ സ്റ്റോണി പീക്ക് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കത് തന്നെ ചെയ്യേണ്ടി വരും ഗൈസ് മിക്കവാറും.
ഇവിടെ കുറച്ച് കോളിരിക്കുന്നു ഗൈസ്, അതെടുത്തിട്ട് ഓക്കെ ഞാൻ ഇതെല്ലാം കുറച്ച് ഷീപ്പിനെല്ലാം കൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ കൊല്ലാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് നമ്മളെ പുതിയ അപ്ഡേറ്റിൽ മറ്റേ ടൈനി ടേക്ക് ഓവർ അപ്ഡേറ്റിൽ പുതിയ കോഴിയാണ് ഗൈസ്. നമ്മളെ പുതിയ അപ്ഡേറ്റ് ആണ്. ലാഗ് അടിക്കും ഗൈസ്. ഓക്കെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാം. ഓക്കെ ഡേ 1. ഓക്കെ ഡേയ്സ് പ്ലേഡ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ രാത്രി ആയില്ല ഗൈസ്, ചമ്മി പോയി. രാത്രി ആവുന്നവരെ നമുക്ക് ഈ ഒരു കോളൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ ഇപ്പോൾ കോള് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് എൻ്റെ കയ്യിലിപ്പോൾ. ഓക്കെ ഇനി നമുക്ക് കിടന്നുറങ്ങാം. എൻ്റെ ഹങ്കർ ബാർ ഉണ്ട്, 3 കട്ടേ ഉള്ളൂ ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ യെസ്, ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടെ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യാം. അതിന് മുമ്പേ ഒരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഫർണസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വെച്ച് നമുക്ക് ഒരു അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. സോറി തെറ്റിപ്പോവുകയാണ് ഗൈസ്. മട്ടൻ. ഓക്കെ മട്ടൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് റെഡിയാക്കാം. അപ്പോൾ അവന്മാരൊക്കെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ഗൈസ്. ഓക്കെ ഓക്കെ കുറച്ച് ഫുഡായിട്ടുണ്ട്. ഇവിടെ കുറച്ച് കോപ്പർ ഇരിപ്പുണ്ട്, നമുക്ക് അതും എടുത്തുകൊണ്ട് പോവാം. നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ബിൽഡൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ തീരുമാനിച്ചിട്ടൊക്കെയാണ് ഗൈസ് ഞാൻ ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഇപ്പം 5 മട്ടം വന്ന് കുറച്ചും കൂടെ വെക്കാം നമുക്ക്. ഇനി എന്താ ചെയ്യും ഗൈസ്? അതാണ്ട് നമുക്ക് വിമാനം കുറച്ച് കൊല്ലാം. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ നമുക്ക് ഇവനെയും കൂടെ ഒന്ന് കൊന്നിട്ട് ഈ മരം അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം, കാരണം ആവശ്യം വരും ഗൈസ് ഈ ഒരു മരം. ഓക്കെ അപ്പം കുറച്ചും കൂടെ മരം ഒന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ സാപ്ലിങ് എടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഇവനെ കൊന്നേക്കാം. ഓക്കെ ഗൈസ് എൻ്റെ വോയിസ് കട്ടായിപ്പോയി. സോ ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് ഗൈസ്. അത് ഇങ്ങനെ കട്ടായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാനിപ്പോൾ എന്തായാലും വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അതിപ്പോൾ എനിക്ക് കുറച്ച് പണി കിട്ടിയതാണ്. സോ അതിന് ശേഷം എന്തായാലും ഞാൻ കുറച്ച് ഫുഡൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. സോ എന്നിട്ട് ഞാൻ ബേസിലോട്ട് തിരിച്ചു പോയി. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. നോക്കട്ടെ കേസ് നോക്കട്ടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എന്താണ്ടാ ചെയ്തത്? ആർമർ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. തന്നെ ആർമർ ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇച്ചിരി കഷ്ടമുള്ള പരിപാടിയാണ് ഗൈസ്. ആക്ച്വലി നല്ല കഷ്ടമുള്ള പരിപാടിയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത്. സോ അടുത്ത എപ്പിസോഡ് തൊട്ട് അത് നമുക്ക് ശരിയാക്കാം. സോ എന്തായാലും നല്ലൊരു ബിഗിനിങ് തന്നെ ആയിരുന്നു.
അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വോയിസ് ഓവർ നിർത്തുന്ന സമയം തൊട്ട് ഞാൻ ചെറുതായിട്ടൊരു മ്യൂസിക് അങ്ങനെ ഇട്ടിരിക്കാം ഗൈസ്. ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഒരു രസം വേണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഒരുമാതിരി XP കളക്ട് ചെയ്യുന്ന ബ്ലോക്ക് പൊട്ടിക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കൂ. സോ ഞാനൊരു മ്യൂസിക് ഇടാം. ഗൈസ് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മളെ സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് സെറ്റാക്കാം. അപ്പോഴേ നമുക്കിതാ ഇവിടെ ഈ ഒരു 2 ചെസ്റ്റും കൂടെ ഒന്ന് വെച്ച് ഒന്ന് റെഡിയാക്കി കുറച്ച് ടോർച്ചൊക്കെ ഞാൻ വെച്ച് അങ്ങനെ ഒന്ന് ഒരു ചെറിയ സ്റ്റാർട്ടർ ബേസ് റെഡിയാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു രീതിയിലല്ലായിരുന്നു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ ഇതിന് ചുറ്റിനും ഫെൻസ് കെട്ടി ടോർച്ചൊക്കെ വെച്ച് ചെയ്യാനായിരുന്നു. പക്ഷേ ഫെൻസ് വെക്കുന്നതിന് ഇതായിട്ട് എനിക്ക് ഈ ടോർച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ എന്താ ഈ ഒരു സ്റ്റോറേജ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മോഡ് ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവും. സോ ഞാനിനി ഒരു കോപ്പർ ആർമറെല്ലാം ആയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ അതുവരെ ഒരു മ്യൂസിക് കേട്ടിരുന്നു. എൻ്റെ വോയിസ് കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് കളിക്കായിരുന്നു. ഇതിപ്പം വോയിസ് കട്ടായിപ്പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.